നമസ്കാരം പ്രേക്ഷകരെ, സന്തോഷ വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. മിഷൻ 60യുടെ 20ാം ദിനം. ലോകമെമ്പാടും ഇത് ശ്രവിക്കുന്ന i2 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് നമുക്ക് കൈയടിക്കാം. ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കുമുള്ള അഭിനന്ദനമാണ് ഇപ്പോൾ ഞാൻ ഈ അറിയിച്ചത്. നമ്മളുടെ പോരാട്ടത്തിന്റെ ആദ്യ വിജയം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ലോകമെമ്പാടുമുള്ള എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തെ ഈ നിമിഷം വരെ സപ്പോർട്ട് ചെയ്തതിന്, അദ്ദേഹത്തെ പിന്തുണച്ചതിന്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്. നമ്മളുടെ പ്രയത്നങ്ങൾ, അമ്മമാരുടെ പ്രാർത്ഥനകൾ സഫലമായിരിക്കുകയാണ്. സകലരും വളഞ്ഞു ചേർന്ന് ഇന്ന് നിയമസഭയിൽ കാലുകുത്താതിരിക്കുവാൻ വേണ്ടി നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകളായി അഹോരാത്രം പാടുപെട്ടവന്മാർ നാണം കെട്ട് തലയിൽ മുണ്ട് ഇട്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ എന്ന ആ നാണം കെട്ട കേക്കച്ചൻ, ആ നാണം കെട്ടവൻ പിണറായിയുടെ ജട്ടി വിപ്ലവത്തിന്റെ അഡ്വാൻസ് മേടിച്ച് ആ യുവനേതാവിനെ കുരുതി കൊടുക്കുവാൻ ശ്രമിച്ച ആ നാണം കെട്ടവൻ രാഹുൽ വരുന്നത് കണ്ട അവന്റെ ഒച്ച പതറി നിയമസഭയിൽ മരിച്ചുപോയ സാമാജികർക്കുള്ള അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അവൻ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ആണുങ്ങളെ പോലെ, സിംഹത്തെ പോലെ തല ഉയർത്തി നിയമസഭയിലേക്ക് കടന്നു വന്നത്. രാഹുലിന്റെ ആ കടന്നു വരവ് കണ്ട് ആ നാണം കെട്ടവന്റെ, ആ കേക്കച്ചവന്റെ, ആ കോൺഗ്രസ് പാർട്ടിയെ കൂട്ടിക്കൊടുത്ത് നശിപ്പിക്കുവാൻ ഒരുങ്ങിയ ആ നാണം കെട്ടവന്റെ കണ്ടമിടറി. പ്രേക്ഷകരെ, നിങ്ങൾ കണ്ണു തുറന്ന് കാണുക. നിങ്ങൾ സഭാ ടിവിയിലൂടെ ഇപ്പോൾ തത്സമയം സംപ്രേഷണം നിങ്ങൾക്ക് കാണാം. സഭാ ടിവിയിലൂടെ ആ തത്സമയ സംപ്രേഷണം കാണാം. നാണം കെട്ട കേക്കച്ചൻ അവൻ ഇതാ തലയും താത്തിയിരിക്കുന്നു. അവന്റെ ഒച്ചയടറി. നാണം കെട്ടവൻ, കണ്ടോടാ, നീ ഇത്രക്കേ ഉള്ളൂ. ലോകമെമ്പാടുമുള്ള നീ ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും, മൊട്ടയരുണും വിനു വി ജോണും ഇവന്റെ PR വർക്ക് ചെയ്ത, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി PR വർക്ക് ചെയ്ത മാധ്യമങ്ങളും എല്ലാം കൂടെ അവന്മാർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ് വിവരം. നാണം കെട്ടവന്മാരെ പോയി തൂങ്ങിച്ചാകണടാ. കണ്ടോ, ഇതാണ് സത്യത്തിന്റെ വിജയം. ഇതാണ് സത്യത്തിന്റെ വിജയം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അവന്റെ അമ്മയുടെ ഒലക്ക. എന്ത് സംഭവിച്ചിപ്പോൾ? ആയിരക്കണക്കിന് അമ്മമാരുടെ, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന, രാഹുലിന്റെ അമ്മയുടെ ആ കണ്ണീരിന്റെ വിജയമാണ് പ്രേക്ഷകരെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും സംഭവിക്കാനില്ല. ഈ നാണം കെട്ടവന്മാർ ഓർക്കുക, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇവന്മാർ രാഹുലിന്റെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയായിരുന്നു. നമുക്കറിയാം, വി.ഡി. സതീശൻ എന്ന ആ നാണം കെട്ടവൻ അവന്റെ കളിക്കൂട്ടുകാരിയെ ഇറക്കി ആദ്യമേ ഇതുപോലൊരു ആരോപണം നടത്തി. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ചോദിച്ചില്ല, എടാ നാണം കെട്ടവനെ, നീ എന്തിന്, നിനക്ക് ഈ ഇടതുപക്ഷ നേതാവിന്റെ മകളുമായിട്ട് എന്താണ് ബന്ധം? നീ അവിടെ വീട്ടിൽ എന്തിനാണ് കേക്ക് മുറിച്ച് കൊടുത്ത് അവിടെ അണ്ണാക്കിൽ കേക്ക് വെക്കാൻ പോയത്? നിനക്ക് ആ സ്ത്രീയാണോ വലുത്? ഈ പാർട്ടിയുടെ എല്ലാമായ ഭാവിയുടെ വാഗ്ദാനമായ രാഹുലാണോ വലുത് എന്ന് ചോദിക്കുവാനുള്ള ആർജവം എന്തുകൊണ്ട് ഒരു കോൺഗ്രസുകാർക്കും ഉണ്ടായില്ല? ഈ നാണം കെട്ടവൻ കഴിഞ്ഞ 25 വർഷമായി ഈ പാർട്ടിയെ കൊല്ലാൻ, ഈ പാർട്ടിയെ ഇല്ലാതാക്കുവാൻ പിണറായിയുടെ കളിപ്പാട്ടമായി കഴിഞ്ഞ 25 വർഷമായി ഇവൻ സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ച ഈ തീവ്രവാദി, ഇവൻ 3ാം വട്ടവും പിണറായിക്ക് അവസരമൊരുക്കുവാൻ വേണ്ടിയാണ് ഈ തരവഴി ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. i2 ന്യൂസ് ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു. നിങ്ങൾ നോക്കുക, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നിതാ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷം ഇപ്പോൾ നമുക്ക് ഇവരെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ അന്തംകമ്മികൾ എന്ന് വിളിക്കാൻ പാടില്ല. അവർ വളരെയേറെ ബുദ്ധിമാന്മാരാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളുടെ മുന്നിൽ, അവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ കേക്കച്ചനും ഈ നാണം കെട്ടവന്മാരും അവന്മാരുടെ ചെരുപ്പ്, ഇടതുപക്ഷത്തിന്റെ ചെരുപ്പ് കഴുകി കുടിക്കട്ടെ. കണ്ടോടാ നാണം കെട്ടവനെ, എടാ കേക്കച്ച, നീ കാണടാ, നീ കാണ്. ഇടതുപക്ഷം കാണിച്ച ആ മാന്യത പോലും നീ കാണിച്ചോ? കണ്ടോ? ആരെങ്കിലും രാഹുലിനെ തടഞ്ഞോടാ നാണം കെട്ടവനെ? തടഞ്ഞോ? തടഞ്ഞില്ല. ഇടതുപക്ഷം രാഹുലിന് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു. നീ അവനെ ഒതുക്കി മൂലക്കിരുത്തണമെന്ന് പറഞ്ഞു. സ്പീക്കർ കണ്ടോ? സ്പീക്കർ വന്ന് പറഞ്ഞു, നിന്റെ ലെറ്റർ കിട്ടി. അതിൻ പ്രകാരം അദ്ദേഹത്തിന് മാന്യമായൊരു സ്ഥലം കൊടുത്തു. എടാ, അന്നേരവും നിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അവരടിക്കുകയായിരുന്നു. നിനക്കത് പക്ഷേ മനസ്സിലായില്ല. നാണം കെട്ടവനെ, നീ പൈസയും മേടിച്ച്, നിനക്ക് വേറെ ഗതിയില്ലെന്നറിയാം. നീ പണവും മേടിച്ച്, നിന്നെ കൊണ്ട് അവസാനം ഈ മാമപ്പണി, നിന്നെ കൊണ്ട് അവസാനം ഈ യുവദാസിന്റെ പണി അവർ ജയിപ്പിച്ച് നിന്നെ മറ്റവനാക്കി ചിത്രീകരിച്ച് ലേവലൊട്ടിച്ചു. ഇന്ന് സഭയിൽ നിന്റെ ശവമടക്കാണ് ഇന്ന് നടക്കുന്നത്. നിന്റെ അവസാന
നിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് നിനക്ക് പറയാവുന്നതെല്ലാം നീ അവിടെ പറയുക. കാരണം നീ ഇനി മേലാൽ നിയമസഭ കാണില്ല. അതിവിടുത്തെ സാധാരണക്കാരായ അമ്മമാരുടെ, സാധാരണക്കാരായ വോട്ടർമാരുടെ ഒരു പൊതുവികാരമാണ് ഇത് നീ കാണുന്നത്. അന്നേരം നിനക്കുള്ള അടിയൊന്നും തുടങ്ങിയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇത് നിന്റെ ആദ്യത്തെ ചെവിക്കലിനുള്ള അടിയാണ്. നിന്നെ ജനങ്ങൾ പറഞ്ഞതുപോലെ അമേദ്യത്തിൽ മുക്കി ചൂലും കൊണ്ടുള്ള നിന്റെ ആദ്യത്തെ അടിയാണ് ഇപ്പോൾ നിനക്ക് കിട്ടിയത്. ആ ആദ്യത്തെ അടി, നടയടി എന്നൊക്കെ പറയത്തില്ലേ, ആ നടയടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നിന്നെ കാത്തിരിക്കുന്നത് കേക്കച്ച, നീ ഓടിയാൽ മുഴുക്കില്ല. കാരണം നീ അത്രയ്ക്ക് ദ്രോഹമാണ് ഈ ഒരു പാർട്ടിയോട് ചെയ്തത്. ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുവാൻ നോക്കി. ആ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാവിയുടെ വാഗ്ദാനമായ ഒരു മുന്നണി പോരാളിയെ നീ നാണം കെട്ട പണി കാണിച്ച് ഇല്ലാതാക്കാൻ നോക്കി. എടാ, ഇത്രയും ദിവസമായിട്ടും നിനക്കെടാ നാണം കെട്ടവനെ, നിന്റെ മറ്റേടത്തെ നിലപാടെന്ന് പറഞ്ഞു. നിനക്ക് എന്ത് നിലപാടാടാ ഉള്ളത്? നീ ആ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ നീ ആ സഭയ്ക്ക് അപമാനമാണ്. എത്രയോ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ കൂടിയിട്ടുള്ള ആ സ്ഥലം, എത്രയോ കോൺഗ്രസിന്റെ മഹാന്തരന്മാരായ നേതാക്കന്മാർ അധ്യക്ഷത വഹിച്ച പ്രതിപക്ഷ നേതാവ് എന്ന ആ പദവി, നാണം കെട്ടവനെ, കുറ്റിച്ചൂലെ, നീ ആ പദവിക്ക് അപമാനമായി മാറിയില്ലേ? നിന്റെ എവിടുത്തെ നിലപാടാണ്? എന്ത് തെളിവ് നിന്റെ കയ്യിലുണ്ട്? ഏത് കേസുണ്ട്? നിന്റെ കൂടെ കളിക്കുട്ടികാരികളൊക്കെ നീ എവിടെ പോടാ, നാണം കെട്ടവനെ? അതുപോലെ ഓർക്കുക, ഇന്നലെ ഈ 24 മണിക്കൂറും ഈ പറയുന്ന ഈ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ആ വ്യഭിചാരികളുടെ ചാനലും ഏഷ്യനെറ്റും ന്യൂസ് 18, അതുപോലെ തന്നെ തേൻകണി അജിത്ത്, പിന്നാമ്പുറത്തിരുന്ന് പണിയുന്ന മലയാളം ഈ 24, ഇങ്ങനെയുള്ള സകലമാന നാണം കെട്ട സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഒരുമിച്ച് രാഹുലിനെ പ്രഷറൈസ് ചെയ്ത് വീടിന് വെളിയിൽ ഇറക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. നാണം കെട്ടവന്മാർ, പോയി ചാകരടാ. നീയൊക്കെ പണിതിട്ടെന്തായി? നിന്റെയൊക്കെ മാധ്യമ ബല ഇത്രവേ ഉള്ളൂ. ഇതിനുശേഷം ഇതൊരു ചരിത്രമാണ്. മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വിഷയത്തിന് ശേഷവും അതിനു മുമ്പും എന്ന രീതിയിൽ രണ്ട് കാലഘട്ടമായിട്ട് വിഭജിക്കാൻ പോവുകയാണ്. ഇതിനുശേഷം മാധ്യമവേശികൾ എന്ന, ദൃശ്യമാധ്യമങ്ങൾ എന്നല്ല, ഈ മാധ്യമങ്ങളെ മാധ്യമവേശികൾ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കാരണം ഇവന്മാർ അഹോരാത്രം 9 മണിവരെ, പ്രേക്ഷകരെ നിങ്ങൾ കണ്ടു കാണും, 9 മണിവരെ ഇവന്മാര് കിടന്ന് മറിക്കുകയായിരുന്നു. എന്താണ്? സഭയിൽ വന്നാൽ ഇവിടെ ഭയങ്കര ഉണ്ടാകും, സഭയിൽ വന്നാൽ പ്രതിപക്ഷത്തിന്റെ സകല പ്ലാനുകളും പദ്ധതികളും തകരും, ഇവൻ വന്നാൽ ഭൂലോകം ഇടിഞ്ഞു വീഴും, അതുകൊണ്ട് സാധ്യതയില്ല, മറ്റത് അപ്പോഴാ. നാണം കെട്ടവന്മാരെ, എന്ത് സംഭവിച്ചു? അന്തസ്സോടെ തല ഉയർത്തിയതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. ഏതവനെങ്കിലും തടഞ്ഞോ? ഇല്ല. നാണം കെട്ട സതീശ, നീ ഓർത്തു പ്രതിപക്ഷം വലിയ പ്രതിബന്ധം തീർക്കുമെന്ന്. പക്ഷേ പ്രതിപക്ഷം നിനക്കെട്ട് നൈസായിട്ട് ചിമിട്ടൻ പണി തന്നത് നീ മനസ്സിലാക്കുക. ഒരൊറ്റ പ്രതിപക്ഷം പോലും ആരും തടയാൻ നിന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അന്തസ്സായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയുടെ ഗുണ്ടകളായിട്ടുള്ള ഈ നാണം കെട്ടവന്മാർ കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിന്റെ മുന്നിൽ കിടക്കുകയാണ്. ഇവന്മാർ ആ റോഡ് സൈഡ് എല്ലാം തൂറി മെഴുകി മൂത്രമൊഴിച്ച് നശിപ്പിച്ചിട്ടേക്കുവാണെന്ന് ദൂരം. കാരണം എന്തിനാ? രാഹുൽ വെളിയിൽ ഇറങ്ങുന്നുണ്ടോ, രാഹുൽ എവിടെയിലേക്ക് പോകുന്നുണ്ടോ, രാഹുൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി മൊട്ടയുടെ നാണം കെട്ടവന്മാർ ക്യാമറയും തൂക്കി അവന്റെ വീടിന്റെ മുന്നിൽ തൂറിപ്പെടുത്ത് കിടന്നു. വെറുതെയായി പോയി. അവൻ അന്തസ്സോടെ ഇതാ 9:20 എന്ന സമയമായപ്പോൾ നിയമസഭ അറിയാമല്ലോ, ഇന്ന് 14ാം നിയമസഭ ആരംഭിച്ചു. തുടങ്ങിയത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും അതുപോലെ മുൻ സ്പീക്കർ PP തങ്കച്ചനും അതുപോലെ പീരിമേട് MLA ആയിരുന്ന വാടൂർ സോമനും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് സഭ തുടങ്ങി. അപ്പോഴും ഈ നാണം കെട്ടവന്മാർ ഓർത്തു, രക്ഷപ്പെട്ടു, രാഹുൽ വന്നില്ല, നമ്മുടെ പണികളേറ്റു, രാഹുൽ ഇനി സഭയിൽ കയറില്ല എന്ന് ഓർത്ത് യുവമാർ ആശ്വസിച്ചിരുന്നു. കൃത്യം 9:20 ആയപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടം നെഞ്ചുയർത്തി നിയമസഭയിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് ഒരുക്കിയ പ്രത്യേക ഇരിപ്പിടത്തിൽ അദ്ദേഹം ഇരുന്നു. പോടാ മറ്റവന്മാരെ, നിന്റെയൊന്നും അടുത്ത് ഇരിക്കുന്നത് എനിക്ക് അപമാനകരമാണ് എന്ന തരത്തിൽ അദ്ദേഹം ഇതായിരുന്നു. ഇപ്പോൾ ഇതാ ഇളിഭ്യരായി രാഹുലിനെ ഇല്ലാതാക്കാൻ നോക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ഒരു മന്ദസ്മിതം നോക്കി. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഇരിപ്പുണ്ട് നിയമസഭയിൽ. നിങ്ങൾ സഭാ TV നിങ്ങൾ കാണുക. രാഹുൽ ഇതാ തല ഉയർത്തി മന്ദസ്മിതത്തോടെ കേക്കച്ചന്റെ പണിയാൻ നോക്കിയ സകല നാറികളുടെയും മൊട്ട അരുണിന്റെ, അവന്റെ മരംമുറി കൊള്ളക്കാരന്റെ PR ഏജൻസിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ, രാഹുലിനെ ഇല്ലാതാൻ നോക്കിയ ഏഷ്യാനെറ്റിലെ വിനു B. ജോണിനെ
തത്സമയം പറയുമ്പോഴും അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ആപ്പടിച്ച് കയറ്റാൻ നോക്കുന്ന VG സുരേഷ് കുമാറിന്റെ അണ്ണാക്കിൽ പഴം തിരികെ കൊടുത്തു എന്ന സന്തോഷത്തോടെ രാഹുലിത ഇവനെ നോക്കി ചിരിച്ചുകൊണ്ട് നെഞ്ചുയർത്തി നിയമസഭയിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇവന്മാരുടെ ഈ ജട്ടി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത VD സതീശന്റെ മുഖത്തുള്ള ആദ്യത്തെ അടിയാണ്. ജനങ്ങൾ ഇതാ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവനെയും ഇവന്റെ കൂട്ടാളികളെയും ഈ ജട്ടി വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉസ്മാൻ രമേശ്, അതുപോലെ ഇവന്റെ ഹൈക്കമാൻഡർ കൊണാണ്ടർ ആലപ്പുഴ കേശവൻ, ഇവന്റെ എല്ലാം കൊടുത്ത ചെകിട്ടത്തുള്ള അടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അന്തസ്സോടെ അഭിമാനത്തോടെ നെഞ്ചും പിരിച്ച് ചിരിച്ചുകൊണ്ടിതായിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം പ്രേക്ഷകരെ നിങ്ങൾ നൽകിയ കലവറയില്ലാത്ത സപ്പോർട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എത്രയോ അമ്മമാരുടെ പ്രാർത്ഥനകൾ, ലോകമെമ്പാടുമുള്ള ആ അമ്മമാരുടെ പ്രാർത്ഥനകൾ, എത്രയോ സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾ, 24 മണിക്കൂറും ഞങ്ങൾക്കിതാ ലഭിച്ച കോളുകൾ എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ സ്പന്ദനമായിരുന്നു. ഈ നാണംകെട്ടവൻ, ഈ കേക്കച്ചൻ, ഈ ഒതുക്കീസൻ പറഞ്ഞു ഇത് സമൂഹ മാധ്യമത്തിലുള്ള ചില ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന്. എടാ കേക്കച്ച, ഇത് ജൽപ്പനങ്ങളല്ലടാ, ഇതാണ് കേരളത്തിന്റെ സ്പന്ദനം. നീ കാശ് കൊടുത്ത് ഇറക്കിയ നിന്റെ PR ഏജൻസികൾക്ക് കഴിയാത്ത ജനങ്ങളുടെ സൈലന്റ് ഇന്നർ ക്രൈ, അത് വോൾക്കാനോ പോലെ വെമ്പി നിൽക്കുകയാണ്. അത് പൊട്ടിത്തെറിച്ചാൽ നീ ഒന്നുമില്ല, നിന്നെ ഉരുക്കിക്കളയും. ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ആ ജനങ്ങളുടെ സൈലന്റ് ഇന്നർ ക്രൈയിൽ നിന്നും അവരുടെ പ്രാർത്ഥനയിൽ നിന്നും ദൈവം തമ്പുരാൻ അവന് കൊടുത്ത ശക്തിയാൽ സകല പ്രതിബന്ധങ്ങളും ഒന്നുമല്ലാതെ പോയി. ഒന്ന് ശബ്ദിക്കുവാൻ പോലും ഒരുത്തനും സാധിക്കാതെ അവൻ എങ്ങനെയാണോ സാധാരണഗതിയിൽ വരുന്നത് അതിലും രാജകീയമായി അദ്ദേഹം ഇന്ന് രാവിലെ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ നേമം ഷജീറിനോടൊപ്പമാണ് അദ്ദേഹം എത്തിയത്. ഒരു സ്വകാര്യ വാഹനത്തിലാണ് ഇന്ന് രാവിലെ നിയമസഭയിൽ എത്തിയത്. പക്ഷേ ആരും തന്നെ ഇദ്ദേഹത്തെ തടയുവാനുണ്ടായില്ല. ആരെങ്കിലും തടയാനുണ്ടായിരിക്കണേ എന്നും പറഞ്ഞ് കേക്കച്ചന്റെ നാണം കെട്ട ചെരുപ്പ് നക്കികൾ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പറകത്തെ തത്സമയം ഇവരുടെ PR ഏജൻസി വഴി നൽകാമെന്ന് കരുതി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന് രാവിലെ തൊട്ട് തന്നെ രാഹുൽ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് കരുതി മൊട്ടാരുണും നാണം കെട്ടവന്മാരും ഈ രാഹുൽ മാങ്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത് പീഡനക്കേസിലെ പ്രതി എന്നാണ്. നാണം കെട്ടവൻ, പോക്സോ കേസിലെ പ്രതി, മുട്ടിൽ മരമുറി കേസിലെ കാട്ടുകള്ളന്മാരുടെ പ്രതി, വ്യഭിചാര കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വന്തം ഡെസ്കിൽ പീഡനത്തിനിരയായി എന്ന് റിപ്പോർട്ടർ പറഞ്ഞ അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്ത ആ പീഡനവീരൻ ഇപ്പോഴും ഈ വാർത്ത ഞാൻ നിങ്ങളുമായി സംവേദിക്കുമ്പോഴും അവരുടെ ഡെസ്കിൽ ഇരുന്ന് എഴുതി കൊടുത്തോണ്ടിരിക്കുന്ന ആ നാണം കെട്ടവനെ പുറത്താക്കുവാൻ പോലും പറ്റാത്ത ആ മുട്ടിൽ മരമുറി കള്ളന്മാരെ, മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരെ, എടാ നാണം കെട്ട മൊട്ടേ, നീയൊക്കെ പോയി ചാകിനടാ, കണ്ടോടാ. നിന്റെയൊക്കെ കാട്ടുകള്ളന്മാരുടെ കാശ് കൊണ്ടുണ്ടാക്കിയ മാധ്യമങ്ങളെക്കാളും പവറുണ്ടാ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങൾക്ക് എന്നൊക്കെ നീ തിരിച്ചറിയുക. നാണം കെട്ടവന്മാരെ, മാനം കെട്ടവന്മാരെ, നീയൊക്കെ ആ കേക്കച്ചനെയും കൂടെ കൊണ്ടുപോയി നീയൊക്കെ എല്ലാം കൂടെ കൂട്ടമായി ഒടുങ്ങിയാൽ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സമാധാനം കിട്ടും. ഇവിടെ സമാധാനം പുലരും. വർഗീയ വിഷം പുലർത്തുന്ന, വർഗീയത വളർത്തുന്ന കണ്ടവന്മാരുടെ, നാണം കെട്ടവന്മാരുടെ കാശ് മേടിച്ച് അമേദ്യം തിന്നിട്ട് കള്ളവാർത്തകൾ പടച്ചുവിടുന്ന നാണം കെട്ടവന്മാരെ, നിന്റെയൊക്കെ മുഖത്തുള്ള ആദ്യത്തെ കുറ്റിച്ചൂല് കൊണ്ടുള്ള അടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിജയം. നീയൊക്കെ എന്തുമാത്രം പണിഞ്ഞു, എന്തുമാത്രം പാടുപെട്ടു, അഹോരാത്രം പണിതെല്ലാം വെറുതെയായി. അവസാനം നാണം കെട്ടവന്മാരെ മുഖത്ത് അടിയേറ്റ് യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്നു നിന്ന് ഇവന്മാർ വാർത്ത വായിക്കുകയാണ്. കേരളമേ, ഈ നാണം കെട്ടവന്മാരെ ഓർത്ത് ലജ്ജിക്കുക. ഇവന്മാരുടെ ഈ മാധ്യമങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കുക. 24 മണിക്കൂറും കാട്ടുകള്ളന്മാരുടെയും കള്ളപ്പണക്കാരന്മാരുടെയും കൊള്ളക്കാരന്മാരുടെയും കാശുകൊണ്ട് ഇവന്മാർ വാർത്തയെ വ്യഭിചരിക്കുന്ന ഈ നാണം കെട്ടവന്മാരുടെ മാധ്യമങ്ങളെ നിങ്ങൾ ബഹിഷ്കരിക്കുക. ഇവന്മാർ അറിയാമല്ലോ, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ, അസൂയമൂത്ത ഈ നാണം കെട്ടവൻ നൽകിയ ഊഹാപോഹങ്ങൾ കേട്ട് എക്സ്ക്ലൂസീവ് വാർത്തയിടിച്ചു. ഈ കല്ലുവെച്ച നുണ ഇവന്മാർ കഴിഞ്ഞ ദിവസങ്ങളായി 24 മണിക്കൂർ എന്ന വേണം ഇവന്മാർ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു. ആളുകളുടെ മനസ്സിൽ ഇവന്മാർ ഈ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു, കൺഫ്യൂസ് ചെയ്യുവാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഭരണകൂടം മുഴുവൻ, ഒരു ശത്രുക്കൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ഒരു ചെറിയ തെളിവെങ്കിലും
സംഘടിപ്പിക്കുവാൻ ഇവന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു. ഒരു പരാതിക്കാരിയെ രേഖാമൂലം ഒരു പരാതി നൽകുവാൻ ഇവന്മാർ പലർക്കും കോടികൾ വാഗ്ദാനം ചെയ്തു, പലരുടെയും കാശ് മേടിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? പരാതിക്കാരില്ലാതെ പോയി. ആരോപണം ഉന്നയിച്ച കളിക്കൂട്ടുകാരികൾ, കേക്കച്ചന്റെ പണിക്കൂട്ടുകാരികൾ പേടിച്ച് ഓടിപ്പോയി. ഇത് വാർത്തകൾ സംപ്രേഷണം ചെയ്ത 24 മണിക്കൂറും എക്സ്ക്ലൂസീവ് എന്ന് അടിച്ച നാണം കെട്ടവന്മാർ, എടാ കാട്ടുകള, നിനക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോടാ? മരം കൊള്ളക്കാരാ, എടാ മൊട്ടായിരുണേ, നാണം കെട്ടവനെ, നീ എവിടുത്തെ ഡോക്ടറാടാ? നീ ഉടായ്പിലാണോടാ നീ ഡോക്ടറേറ്റ് എടുത്തത്? എടാ നാണം കെട്ടവനെ, നീയൊക്കെ പോയി ഇനി ഈ പണി നിർത്തി വേറെ വല്ലോ ക്ഷൗരപ്പണിക്ക് നീ പോവുക. കാരണം നിന്റെ ഒന്നും പണി ഈ കേരളത്തിൽ വേഗത്തില്ല. നീയൊക്കെ കള്ളപ്പണിക്കാരന്മാരുടെ കാശുകൊണ്ട് എന്തൊക്കെ ഗിമ്മിക്ക് കാണിച്ചാലും എന്തൊക്കെ തരിട കാണിച്ചാലും അതൊന്നും ആരും വിശ്വസിക്കത്തില്ല. നിന്റെയൊക്കെ അന്ത്യം ഈ പണികൾ ചെയ്ത കൂട്ടാളികളായിട്ടുള്ള കേക്കച്ചൻ, അതിന് മാധ്യമത്തിലൂടെ എല്ലാ ആസൂത്രണവും നിർവഹിച്ച കാട്ടുകള്ളന്മാർ, അതുപോലെ ഏഷ്യനെറ്റ്, നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്തത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മാധ്യമമാണ്. വിനു വി ജോൺ അടക്കമുള്ള, VG സുരേഷ് അടക്കമുള്ള നാണം കെട്ടവന്മാർ ഇവന്മാരുടെ അമേദ്യം വാങ്ങി തിന്നുകൊണ്ട് ഇതാ ഈ നിമിഷം വരെ രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവന്മാരുടെ പണിയെല്ലാം പാളിപ്പോയി. ജനങ്ങളെ, പ്രേക്ഷകരെ, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ആർത്ത് ഉല്ലസിക്കുക. ഇന്ന് നമ്മുടെ ദിവസമാണ്. ഈ മിഷൻ 60യുടെ 20ാം ദിനം, നമ്മൾ ആരംഭിച്ച മിഷൻ 60യുടെ 20ാം ദിനം നമ്മളിതാ ആദ്യ വിജയം നമ്മൾ നേടിയിരിക്കുകയാണ്. ഇത് പ്രേക്ഷകരുടെ വിജയമാണ്, ലോകമെമ്പാടുമുള്ള അമ്മമാരുടെ വിജയമാണ്. ഈ 20 ദിവസം രാഹുലിനെ ക്രൂശിച്ചതുപോലെ നമ്മളെയും ക്രൂശിക്കാൻ നോക്കി, ചീത്ത വിളിച്ചു, ഭീഷണിപ്പെടുത്തി, സകലമാന തരത്തിലും നമ്മളെ പിന്തിരിപ്പിക്കുവാൻ നോക്കി. എങ്കിലും ഉറച്ച വിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ 20 ദിവസം രാപകലന്യെ നമ്മൾ ഇതിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നമ്മൾ പോരാടുകയായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നാണം കെട്ട കേക്കച്ച, ഈ i2i ന്യൂസും അതുപോലെ ലോകമെമ്പാടുമുള്ള ഈ ജനങ്ങളും പ്രതികരിച്ചത് ഇത് PR ഏജൻസിയുടെ മറ്റേ സാധനം മേടിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ആരും കൂലിത്തൊഴിലാളികളല്ല. ഒരുത്തന്റെയും പൈസ മേടിച്ചോ ഒരുത്തിനു വേണ്ടിയോ ശബ്ദിക്കുന്ന, വല്ലവനും വേണ്ടി നാവാട്ടം നടത്തുന്ന, വാടകയ്ക്ക് കൊടുക്കുന്ന നാവല്ലിത്. ഞങ്ങളിത് സത്യത്തിന് വേണ്ടി പോരാടിയതാണ്. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയോട് പല യുവമാർ നമ്മളെ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചത്, സകല മാധ്യമങ്ങളുടെയും ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഇത് കോൺഗ്രസിന്റെ ഒരു സൈബർ വിമതരുടെ ഒരു സൈബർ സേനയാണ് ഞങ്ങൾ എന്ന തരത്തിലാണ് ഇവര് ചെയ്തത്. i2i ന്യൂസ് നൽകിയ പല വാർത്തകളുടെയും തമ്മിനയിലും ഞങ്ങൾ ഉപയോഗിച്ച പല പദങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവന്മാർ പറയാതെ പറഞ്ഞത് ഇത് കോൺഗ്രസിലെ വിമതരുടെ, അതല്ലെങ്കിൽ വിഭാഗത്തിന്റെ കയ്യിലുള്ള ഒരു സൈബർ കൊട്ടേഷൻ ടീമാണ് എന്ന തരത്തിലൊക്കെ ഞങ്ങളെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതൊരു സൈബർ കൊട്ടേഷനും അല്ല എന്ന് നാണം കെട്ടവനെ നീ മനസ്സിലാക്കുക. കാരണം ഈ i2i ന്യൂസിലൂടെ ഈ വാർത്തകളുടെ, ഞങ്ങളുടെ വാർത്തകളുടെ അടിയിൽ വന്ന് പ്രതികരിക്കുന്നത്, i2i ന്യൂസിനെ വിളിച്ച് അവർ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നത്, ഇത് സത്യസന്ധമായി, ഇത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളെ ആരെയും കണ്ടിട്ടില്ല ഇതുവരെ, യാതൊരു ബന്ധവുമില്ലാത്ത, ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് i2i ന്യൂസിലേക്ക് വിളിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർ ഞങ്ങൾക്ക് ഓരോ സജഷനും, ഈ മിഷൻ 60യുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, സത്യസന്ധത പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, നീതിബോധമുള്ള ഒരു പൗരബോധമാണ്. ആ പൗരന്മാരുടെ അവരുടെ വിചാരങ്ങളാണ് i2i ന്യൂസിലൂടെ നിങ്ങൾ കേട്ടത്. പലർക്കും ചില കാര്യങ്ങൾ അരോചകമായി തോന്നിയേക്കാം, ചിലർ ചില അശ്ലീല ഭാഷകൾ ഉപയോഗിച്ചേക്കാം, ചിലർ വളരെ വളരെ ഹാർഡായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചേക്കാം. പക്ഷേ അതിലൊന്നും അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഓരോ മനുഷ്യനും ഓരോ തരക്കാരാണ്. ഇവർക്ക് വേറെ ഒരു മാധ്യമത്തിലും ഒരു അവസരം കൊടുക്കത്തില്ല. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിൽ നിങ്ങൾക്കറിയാം, ഇവന്മാരുടെ വാർത്താ തൊഴിലാളികളും മാധ്യമ നിരീക്ഷകർ എന്ന് പറയുന്ന, രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറയുന്ന സ്ഥിരം കൂലിത്തൊഴിലാളികളും ഇരുന്ന് ഇവർക്ക് വേണ്ടി ഓരോ നറേറ്റീവ്സ് സൃഷ്ടിക്കുകയും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ പൊളിച്ചടുക്കിയത് i2i ന്യൂസാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും ഒരു സൈഡിൽ നിന്ന് രാഹുലിന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ i2i ന്യൂസും മാത്രമാണ് തുടക്കം മുതൽ ഒരേ ഒരു സ്റ്റാൻഡിൽ നിന്നത്, രാഹുലിന് വേണ്ടി. അന്നേരവും ഞങ്ങൾ പറഞ്ഞു, രാഹുൽ തെറ്റുകാരനല്ല, രാഹുൽ കുറ്റമൊന്നും ചെയ്തിട്ടല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിചാരണ നീതിയുക്തമല്ല. യാതൊരു പ്രോട്ടോക്കോളും പാലിക്കാതെ, യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ കാണത്തരമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ടും അതിനോടൊപ്പം ആദ്യമേ മുതൽ നിന്നു. ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ജംഗ്ഷനിലും എത്തുമ്പോൾ നിങ്ങൾ പരിശോധിക്കുക, എത്രയോ സത്യമായിരുന്നു, എത്രയോ കറക്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ i2i ന്യൂസ് ഏറ്റവും എടുത്തു പറയുവാൻ ശ്രമിച്ച, ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്?
ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയായ ഒരു വികാരമായ, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ, സംഘപരിവാർ ശക്തികളുടെയും അതുപോലെ കേരളത്തിൽ കോൺഗ്രസ് വിമുക്ത കേരളമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രണ്ട് ശക്തികൾ, ഒന്ന് നാണംകെട്ട ആ ആലപ്പുഴക്കാരൻ കൂട്ടുകൊടുപ്പുകാരനും അവൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു, അതുപോലെ തന്നെ കേരളത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ഒതുക്കീശൻ സകലരെയും ഒതുക്കി ഇതുപോലുള്ള നാണംകെട്ട ഒരവസ്ഥ ഉണ്ടാക്കി. ഇത്തവണയും കൂടി കോൺഗ്രസ് ഭരണത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശക്തികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ നാണംകെട്ടവൻ ആ പണം വാങ്ങിയാണ് ഈ ഒരു ക്യാമ്പയിൻ ഇനിഷ്യേറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ ഇതിൽ പരം ഒരു തെളിവെന്താണ് വേണ്ടുന്നത്? പ്രതിപക്ഷം ഒരു അക്ഷരം മിണ്ടിയോ? പ്രതിപക്ഷം ഇദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയോ? പ്രതിപക്ഷം ഇദ്ദേഹത്തെ തടയുവാൻ ശ്രമിച്ചോ? എന്തുകൊണ്ടാ? കാരണം അവർക്കറിയാം രാഹുൽ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ലയൺ ആണെന്നറിയാം. അവനെ തൊട്ടാൽ പൊള്ളുമെന്ന് ഇവന്മാർക്കറിയാം. കാരണം സത്യത്തെ എത്രയൊക്കെ ഇവന്മാർ കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും അത് പതിന്മടങ്ങോടെ അത് തിരമ്പി വരും, സുനാമി പോലെ വരും. ആ സുനാമി വരുമ്പോൾ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് BJP-യോ ഇന്ന് ഇടതുപക്ഷമോ ശബ്ദിക്കാൻ പോലും കൂട്ടാക്കാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴും ഈ നാണം കെട്ടവൻ ഇവൻ ജനങ്ങളോട് എന്തു പറയും? കേരളത്തിലെ അല്ലെ ലോകത്തിലെ എമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളോട് ഇവൻ എന്ത് ന്യായം പറയണം? എന്ത് ബോധ്യം എന്ന് പറയും? എന്ത് തെളിവാണ് ഇവനുള്ളത്? ഇതുപോലൊരു നാണക്കേട്, ഇതുപോലൊരു അടി ഈ കേക്കച്ചിട്ടില്ല. ഇവനിട്ട് 3.5 കോടി ജനങ്ങളും ചൂലിൽ അമേദ്യം മുക്കി ഉള്ള ഇവന്റെ ആദ്യത്തെ അടി ഇന്ന് കിട്ടിയിരിക്കുകയാണ്. എടാ നാണം കെട്ടവനെ, നീ ചെയ്ത സകല നാണക്കേടിനും നീ ഒരു ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ 12ാം നിയമസഭ ഇന്ന് കൂടുമ്പോൾ ഏതാണ്ട് 13 ബില്ലുകളാണ് ചർച്ചയ്ക്കായി വരുന്നത്. പക്ഷേ ഇവൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഇതൊന്നും സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഈ നാണം കെട്ടവൻ ഓർക്കുക, കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ എത്രയോ തവണ സഭ കൂടി, എത്രയോ തവണ കൂടി. ഇവൻ എന്ത് ചെയ്തു ഇതുവരെ? കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മിച്ചു വെക്കുവാൻ ജനോപകാരപ്രദമായ, അതല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ ദൈനംദിന ജീവിതങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ആക്റ്റീവായി ഇടപെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ തെറ്റായ നടപടികൾക്കെതിരെ എന്ത് ചെയ്യുവാനാണ് ഇവന് ശ്രദ്ധിച്ചത്? ഒരു ഇൻസിഡന്റ് എങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ നടത്തിയ സകല കൊള്ളകളുടെയും തട്ടിപ്പുകളുടെയും പങ്കു മേടിച്ച് തിന്ന് മിണ്ടാതിരുന്ന, പ്രതിപക്ഷത്തെ വെറും വരിയുടച്ച വണ്ടിക്കാളുകളാക്കി മാറ്റിയ ഈ നാണം കെട്ടവൻ ഇന്ന് മറിക്കും എന്ന് പറഞ്ഞാണ് പോയത്. നീ എന്ത് മറിക്കാനാടാ കേക്കച്ച? നീ ഒന്നും ചെയ്യാനില്ല. ഇവൻ പറഞ്ഞു കേരളം ഞൊട്ടും, പക്ഷേ കേരളം ഞെട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഞെട്ടിയോടാ കേക്കച്ച? കേക്കച്ചൻ ഞെട്ടി. ഇവന് അറ്റാക്ക് വന്നില്ലെങ്കിൽ ദൈവമേ ഇന്ന് ഭാഗ്യം. ഈ നാണം കെട്ടവൻ അങ്ങനെ ആദ്യത്തെ കനത്ത തിരിച്ചടി ഇവനോർത്തു. കഴിഞ്ഞ 25 കൊല്ലം ആരും അറിയാതെ പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ച് ഇവൻ കുടിക്കാം. ഇനിയും അടുത്ത തവണയും ഈ തരവഴ കാണിച്ച് വീണ്ടും 1500 കോടി കമ്മീഷനും മേടിച്ച് പ്രതിപക്ഷ നേതാവെ തന്നെ തുടരാം. പിണറായിക്ക് 3ാമതും കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്നത് ആരും അറിയില്ല. ഇത് തമ്മിലടിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇത് ആരാണ് ഈ പണി ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് കരുതി അവിടെയാണ് തെറ്റിയത്. അവിടെയാണ് i2i ന്യൂസിന്റെ സത്യം തേടുന്ന, സത്യത്തിനായി എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന കണ്ണുകൾ ഇവന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കിയത്. ഞങ്ങളാണ് ഈ പറയുന്ന കള്ളന്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ ചരിത്രം i2i ന്യൂസ് ആണ് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇവൻ എങ്ങനെയാണ് ഇവൻ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ അധികാരത്തിൽ വന്നത്? ഇവൻ എങ്ങനെയാണ് പിണറായിയുടെ ഒരു മാനസപുത്രനായത്? പിണറായിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, പിണറായിയുടെ ഇഷ്ടക്കാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. പിണറായി ഇവന് യാതൊരു കോട്ടക്കേടും ഇവന്റെ പേരിലുള്ള തട്ടിപ്പ് കേസുകളിൽ ഒന്നും ഇവൻ പെടാതെ ഇവനെ സംരക്ഷിച്ച്, ഇവനെ കാത്ത്, ഇവന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും എല്ലാം തീർത്തുകൊണ്ട് ഇവനെ പൂന്ത് വിളയാടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സാക്ഷാൽ പിണറായി വിജയനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കിതാ സന്തോഷിക്കാം. നിങ്ങൾ കാണുക, സഭാ TV കാണുക, സന്തോഷത്തോടെ തല ഉയർത്തി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത്, അതറിയാതെ ഇപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആ ശബ്ദം ഒന്നുകൂടെ നമുക്ക് കേട്ടിട്ട്, നിങ്ങളത് ഈ ശബ്ദം കേൾക്കുമ്പോൾ അമ്മമാരെ, ഈ വിളിച്ചവരെ നിങ്ങൾ ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. നിങ്ങളുടെ പ്രയത്നം വെറുതെയായില്ല. ആ പ്രതികരണങ്ങൾ നമുക്ക് ഒന്നുകൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങി വരാം.
പുതിയ വാർത്തകളുമായി. സുനിലെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള മറുപടി കിട്ടി കേട്ടോ. കൃത്യമായ മറുപടി കിട്ടി. അതായത് 100% ജനങ്ങളും രാഹുലിന് പിന്തുണയാണെന്നുള്ള കാര്യം മൊത്തത്തിൽ ചർച്ച വരുന്നുണ്ട്. അപ്പം നിങ്ങളാണ് ശരിക്കും എഫർട്ട് എടുത്തത് ഈ വാർത്തയ്ക്ക്. ശരിക്കും നിങ്ങൾ ചെയ്ത വാർത്തയ്ക്കുള്ള കൃത്യമായ മറുപടി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നപ്പോൾ കിട്ടി. കറക്റ്റ്. നമ്മളെ കാൽക്കുലേഷൻ ഇന്നലെ വളരെ കറക്റ്റായിരുന്നു. താങ്കൾ ചെയ്ത വാർത്തകളിൽ വെച്ച് വളരെ എന്താ പറയുക, താങ്കൾക്ക് കിട്ടിയ ഒരു പ്രതിഫലം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. താങ്കൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വാർത്തകൾക്ക് ഒരു പ്രതിഫലം കിട്ടി. ഇപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം അവിടെ എത്തിയത്. ഇനി എന്തും സംഭവിക്കട്ടെ, ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് സംഭവിച്ചു. സന്തോഷമുണ്ട്. പൂർണ്ണ സന്തോഷമായിട്ടില്ലല്ലോ നമുക്ക്. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് എത്തിക്കണം. നമ്മുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ VD സതീശനെ ഈ സ്ഥാനത്ത് നിന്നും, കോൺഗ്രസിൽ നിന്നും ഇനി ഒരിക്കലും അവൻ എവിടെയും, കേരളത്തിൽ എവിടെയും നിന്നാൽ ഒരു കാരണവശാലും കെട്ടിവെച്ച പണം കിട്ടാത്ത വിധത്തിൽ അവനെ നമുക്ക് തീർത്ത് മാറ്റിയേ പറ്റൂ. നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. സാധാരണ ജനങ്ങൾ ഒരു പക്ഷേ ഇപ്പം രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയപ്പോൾ കുറെ ശാന്തരും സന്തോഷവും സമാധാനവും ഒക്കെ ആയി കാണും. പക്ഷേ കടക്കുകയാണ് കടമ്പകൾ നമുക്ക് മുന്നിൽ. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തുടങ്ങിയവർ, അതാണ് അവരുടെ കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവന്മാര് ഒരു കാരണവശാലും ധൈര്യത്തോട് മത്സരിക്കാൻ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യം പല നേതാക്കന്മാരുടെയും മനസ്സിൽ ഇപ്പോഴേ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവന്മാരെ നമുക്ക് ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കണം. അതേ നടക്കും. രാഹുൽ പിന്നെ തീർച്ചയായിട്ടും രാഹുലിന് പിന്നിൽ കോൺഗ്രസില് പല വ്യക്തികളും പിന്തുണയ്ക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. രാഹുൽ കോൺഗ്രസിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. പക്ഷെ നമ്മളുടെ ജോലി തീർന്നിട്ടില്ല. നമുക്ക് അവന്മാരെ ഒരു ഭാഗത്താക്കണം. അതാണ് നമ്മുടെ ഭാഗം. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവന്മാരെ ഇല്ലാതാക്കി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു പാത ഒരുക്കണം. അവിടെ രാഹുൽ മാങ്കൂട്ടം മുൻപിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സാറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കൂടെ നിൽക്കും എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തുടരാം. ഞാനിത് കാനഡയിൽ നിന്ന് വിളിക്കുന്നത്, ടൊറന്റോ. അതുപോലെ നിയമസഭയിലെത്തിയതിൽ വളരെ സന്തോഷം. സുനില് എടുത്ത എഫേർട്ട് എന്നെ വളരെ ഒരു അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം അന്ന് തൊട്ട് ഏകദേശം ഇപ്പം 18 ദിവസമായില്ലേ പുള്ളിയുടെ ഈ മിഷൻ തുടങ്ങിയിട്ട്. ആ മിഷന്റെ ആദ്യ വിജയം ഇന്ന് ആഘോഷിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്റെ പേര് ശ്യാമള. ഞാൻ പോത്തൻകോട്ടുന്നാണ്. ഞാൻ ആദ്യം സാറിനെ വിളിച്ചു. ഞാൻ സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാല് ഇതിപ്പരം ഒരു സന്തോഷം. എനിക്ക് 2 ആൺകുട്ടികളാണ്. അതിൽ ഇളയ ആള് ഒരു ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്ന ആളാണ്. ആ ആളിന് ജോലി കിട്ടിയതുപോലുള്ള സന്തോഷം. എന്റെ സന്തോഷം എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സുനിൽ സാറിനോട്, അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം നേരുന്നു. ആദ്യം മുതൽ ഇന്ന് വരെ ഇതിനെപ്പറ്റി ശക്തമായി പ്രതികരിച്ചതിന് സാറിന്റെ ഒറ്റ ഒരുത്തന്റെ കഴിവ് തന്നെയാണ് ഇന്ന് രാഹുൽ നിയമസഭയിലെത്തിയത്. രാഹുൽ നിയമസഭയിൽ എത്തിയപ്പോഴും തന്നെ രാഹുൽ മന്ത്രിയായ ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഇനിയും സാറിനോട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പറയുകയല്ല, ഞാൻ അപേക്ഷിക്കുകയാണ്. കാര്യം ആൺകുട്ടികൾ, ഒരാണും പെണ്ണും ചേർന്ന് ചെയ്യുന്ന തെറ്റിന് ആൺകുട്ടികളെ മാത്രം ശിക്ഷിക്കുന്ന ഒരു കാലം, ഒരു നിയമ സംഹിത നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പിണറായി ഭരിക്കുന്ന കാലത്തോളം ആൺകുട്ടികളെ പറ്റി അമ്മമാരുടെ സങ്കടം അതിദയനീയമാണ്. ഇത്രയും ദിവസം രാഹുലിന്റെ അമ്മ സഹിച്ച വേദന അതെന്താണെന്നുള്ളത് ഒരമ്മയെന്നുള്ള നിലയിൽ ഞാൻ കാണുകയാണ്. ഞാൻ രാഹുലിനെ കണ്ടിട്ടില്ല. ഞാൻ മൊബൈലിൽ യൂട്യൂബിലൂടെ മാത്രം
അല്ലെങ്കിൽ ഞാൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം രാഹുലിനെ കണ്ട ഒരു പരിചയം. രാഹുല് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പിണറായിയുടെ ഓരോ കൊള്ളരുതായ്മകൾ സംസാരിക്കുന്നത് കാണുമ്പം നമുക്കൊക്കെ രാഹുലിനെ പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്ന ഒരു പ്രതീതിയാണ് നമുക്കൊക്കെ, എനിക്കൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ ഇന്ന് രാവിലെ വരെ, ഇന്നലെ ജന്മാഷ്ടമി, ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി ആയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കരൂര് ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി. ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്തതുപോലെ ഞാൻ പാൽപ്പായസ വഴിപാട് നാളറിയാത്ത മോന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത്, ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ മക്കൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ഭഗവാനെ, തമ്പുരാനെ, നാളെ രാഹുൽ നിയമസഭയിൽ എത്തണേ, തല ഉയർത്തിപ്പിടിച്ചെത്തണേ. ഈ കേക്കറ്റൻ, ഈ വിസർജ്യം തിന്നുന്ന ഈ കേരളത്തെ വിറ്റ് പിണറായിക്ക് വേണ്ടി വിറ്റുമുടിപ്പിച്ച ഈ യവൻ തല താഴ്ത്തി കുമ്പിട്ട് യവൻ ഇരിക്കുന്നത് കാണാൻ നമുക്ക് അതിനൊരു ഭാഗ്യം നീ കൈവരുത്തണേ ഭഗവാനേന്ന് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ ഉറക്കം എഴുന്നേറ്റ് എൻ്റെ അടുക്കള ജോലികൾ ഞാൻ പെട്ടെന്ന് ഒതുക്കിയിട്ടാണ് ഞാൻ ഫോൺ എടുത്ത് തുറന്നപ്പോഴത്തേക്കും സുനിൽ സാറിന്റെ ഈ സന്തോഷ വാർത്ത എത്തിയത്. ഇതിൽ പര ഒരു സന്തോഷം ഞങ്ങൾക്കിനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. ഞാൻ മാറ്റും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. കഴിഞ്ഞ ഈ 5 വർഷത്തിന്റെ പിണറായിയുടെയും ഞങ്ങളുടെ ഇവിടത്തെ താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരെയും കൊള്ളരുതായ്മ കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റത്തിൽ നിന്ന് മാനസികമായി ഞങ്ങൾ പിന്മാറി. ഞങ്ങൾ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കേക്കച്ചന്റെ ഈ ഒരിത് വന്നത്. ഞങ്ങൾ അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞങ്ങൾ ഇനി ആർക്കോട്ട് ചെയ്യും, നോട്ടയ്ക്ക് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇനി നിൽക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ നിന്ന് വിജയിച്ച് മന്ത്രിയായി ഈ മുതുകാളകളെ, ഈ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവരെ എല്ലാരും വിഷ്ണുനാഥിനെയും ഒക്കെ അപ്രസിദ്ധി ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. അവർ ഈ വിഷ്ണുനാഥിനെ പോലെയുള്ള ചെറുപ്പക്കാരെല്ലാരും കൂടി ഇതുപോലെ സുനിൽ സാറിനെ പോലെയൊക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ ഷാഫി എം പിയെ പോലെയൊക്കെ സംസാരിച്ചിരുന്നുവെങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തലയൊന്നും ഇത്രയധികം രാഹുലിനോട് കാണിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരെയൊന്നും എനിക്ക് മതിപ്പില്ല. ഞാനുള്ള സത്യം ഞാൻ പറയുകയാണ്. അതുപോലെ ചാണ്ടി ഉമ്മനൊക്കെ അവരൊക്കെ പ്രതികരിക്കായിരുന്നു. അവരൊക്കെ അങ്ങോട്ടും തൊടൂല ഇങ്ങോട്ടും തൊടാതെ, അതായത് അവരും വേണം എവരും വേണം, നമ്മളെ ആരും കുറ്റപ്പെടുത്തരുത് എന്നുള്ള തരത്തില് ആണ് അവരുടെയൊക്കെ നിലപാട്. അതുകൊണ്ട് എത്ര നമ്മൾ പ്രശംസിച്ചാലും, എത്ര അഭിനന്ദിച്ചാലും, എത്ര നമുക്ക് സ്നേഹിച്ചാലും മതി വരാത്ത ദൈവതുല്യനായ ഒരു പ്രതിഭാസമാണ് സുനിൽ സാറ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം സുനിൽ സാറിനെ അറിയിക്കണം. ഇപ്പരം സന്തോഷം ഇനി ഒന്നും കിട്ടാനില്ല. മുഹമ്മദ് ബാപ്പു എടത്തനാട്ടുകര. പിന്നെ സതീശനെ നമുക്കൊന്ന് ഇറക്കി വിടണം. അവിടുന്ന് സതീശനെ, രമേശനെയും വേണുഗോപാലിനെയും അവര് മൂവരും കൂടിയിട്ടാണ് നമ്മളെ പാർട്ടിനെ ഇല്ലാതാക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് അധികാരത്തിൽ വരണ്ടേ. ഈ 2-3 പന്നികൾ അവിടെ ഉണ്ടായ കാരണം നമ്മൾ അധികാരത്തിലെത്താൻ സാധ്യതയല്ല. ഇവരെ നമുക്കൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഇവര് നിങ്ങളെ ചാനല് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചാനലിൽ വിളിക്കണത്. ഈ ചാനൽ എന്നും തുറന്നിരിക്കണം നിങ്ങൾ. നമുക്ക് അവിടെ 3 പേരെയും വട്ടണം കോൺഗ്രസിന്. നല്ലൊരു പാർട്ടിയായിട്ട് നമുക്ക് ഭരണം തിരിച്ചു പിടിക്കണം. ഇപ്രാവശ്യം കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ അല്ല. ഇതെന്നെ പിന്നെ കണ്ടിട്ട് സതീശനും രമേശനും വേണുഗോപാലും അന്തം വിട്ടിക്കണം. ഇവരെ 3 പേരും നമുക്ക് ഒഴിവാക്കി കിട്ടണം. അതിന് എന്ത് വന്നാലും വേണ്ടില്ല. നിങ്ങൾ ഈ ചാനലിൽ ഞങ്ങൾ ഈ പറയണത് നിങ്ങൾ രാഹുൽ ഗാന്ധി ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. തന്തമില്ലാത്ത നായിന്റെ മക്കള് ഇതിലേറെ എത്രയോ ഗർഭം ധരിച്ച ഗണേശന് ഒരു കുട്ടി, പിന്നെ മുകേഷ്, പിന്നെ മറ്റേ കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ ശശി, പിന്നെ ഇവരൊക്കെ ഇപ്പൊ പെണ്ണ് പുതിയന്മാരാണ്
എന്നിട്ടിപ്പം ഇതൊരു കേസൊന്നും ഇല്ലാതെ ഇവനെ മാത്രം പിന്നാലെ കൂടിക്കുന്നത് എന്തിനാണ്? CPM-ന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന രണ്ട് ചെറുക്കന്മാരെ, അത് ഒന്ന് കാപ്പി ഒന്ന് രാഹുലിൽ തന്നെയാണ്. എൻ്റെ സ്ഥലം പത്തനാപുരമാണ്. എൻ്റെ പേര് ഇബ്രാഹിം. വളരെ നന്നായില്ല പോയത് കാര്യം. എന്നെ സതീശൻ കളിച്ച കളി വല്ലാത്തൊരു കളിയായിപ്പോയി. എല്ലാവരും കുറ്റം പറയുന്ന പുള്ളിയാ. നീ പറയുന്നത് അടുത്ത ഭരണം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കളിയാണ്. മുസ്ലിം ലീഗുകാർക്കൊക്കെ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ പരിപാടിയാണ് പുള്ളി കളിച്ചതായി. കായംകുളത്തിനടുത്ത് രാമപുരത്ത് നിന്നാണ്. എൻ്റെ പേര് രാജൻ വർഗീസ്, 70 വയസ്സ്. കൺഗ്രാജുലേഷൻസ് രാഹുലിന്റെ സഭയിൽ നിങ്ങളെല്ലാവരും കൂടെ എത്തിച്ചതിന് ജനങ്ങളുടെ പിന്തുണയും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്. ഞാൻ വിമോചന സമരം മുതൽ 1959 മുതൽ 4 വയസ്സുള്ളപ്പോൾ മുതൽ ഇന്ന് 70 വയസ്സ് വരെയും കറത്ത് കോൺഗ്രസ് ഞങ്ങളുടെ ഫാമിലി ഒരുപാട് നന്ദി പറയുന്ന സഭയിൽ എത്തിച്ചതിനും. നിസാർ LDF-ലെ 3-4 പേര് ഇതിന് അങ്ങേയറ്റം ഒട്ടുകേടുകളും നാറ്റക്കേസുകളും ചെയ്തിട്ടും ഇപ്പോഴും സഭയിലിരിക്കുന്നു. അതേസമയം നിസ്സാര പേരിൽ യാതൊരു തെളിവില്ലാത്ത ഒരു കേസുകളിൽ പെടുത്തി ഈ ചെറുപ്പക്കാരനെ, അതുകൊണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പോരാളിയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കേക്കച്ചനും പിന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലെല്ലാരെയും നാറ്റുപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട രാഹുൽ ഇന്ന് സഭയിലെത്തിയിരിക്കുന്നു. 10 ബ്ലോക്കിലാണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ ഒരു സമയത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ വരട്ടെ എന്നതിന്റെ എന്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ചാനലിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എൽസമ്മ പാപ്പച്ചൻ കോട്ടയം ജില്ലയില്. ദൈവത്തെ ഓർത്ത് അവനോട് നാളെ അവിടെ തന്നെ പോകാൻ പറയണം. പിന്നെ അത് തന്നെയല്ല, രാഹുലിന്റെ നമ്പര് ഞങ്ങളെ പോലുള്ളവർ കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ഇടയ്ക്കാണേലും ഒന്ന് വിളിക്കാവല്ലോ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട് ഉണ്ടായിട്ട് അത് വാങ്കാരും കൊണ്ടുവച്ചും പെരുവഴി കിടക്കുന്ന ജനങ്ങളാ. ഇവിടെ ഒരു MLA ഉണ്ട്. പട്ടികവർഗക്കാരുടെ തുമ്പിയാ കൂടെ നടക്കുള്ളൂ. യാതൊരു പ്രയോജനവും ഇല്ല. പട്ടിണി കിടന്ന് ചാകുക എന്നുള്ളത് മാത്രം. അതുകൊണ്ട് അവനെ പോലെയുള്ള ആ ഷാപ്പി അവനും ഒക്കെ കയറി വന്നിട്ട് ഈ ഇരിക്കണ മുതുക്കന്മാരെ എല്ലാം ഒന്ന് വലിച്ചിറക്കി ഉള്ള സമയമെങ്കിലും മനുഷ്യർക്ക് ജീവിക്കണ്ടേ. നല്ല ആളുകളെ കയറി വരട്ടെ, നല്ല നേരെ നിന്ന് കാര്യം പറയാൻ പറ്റത്തുള്ളൂ. സുനിൽ സാറിന് അതിയായ നന്ദി. കാരണം ഒത്തിരി പ്രയത്നിച്ച ആ മനുഷ്യൻ സാധാരണക്കാരുടെ കാര്യങ്ങളെല്ലാം പുറത്തു വരാനുള്ള ഒരു സന്ദർഭം കൂടിയായുള്ളത്. അതുകൊണ്ട് അയാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.